നമസ്കാരം. ഞാൻ അകത്തായാലും പുറത്തായാലും ഓരോ നിമിഷവും രാജ്യത്തെ സേവിക്കുന്നത് തുടരും. എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും രാജ്യത്തിനായി സമർപ്പിക്കുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ അണുവും രാജ്യത്തിന് വേണ്ടിയാണ്. ഈ ഭൂമിയിലെ എൻ്റെ ജീവിതം തന്നെ സമരത്തിനുള്ളതാണ്. അതിനാൽ ഈ അറസ്റ്റ് എന്നെ അത്ഭുതപ്പെടുത്തുന്നുമില്ല. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനു ശേഷം ഭാര്യ സുനിത കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ വായിച്ച അദ്ദേഹത്തിന്റെ സന്ദേശത്തിന്റെ പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ED കസ്റ്റഡിയിൽ നിന്നുള്ള കെജ്രിവാളിന്റെ സന്ദേശവും AAP നേതാക്കളുടെ പ്രതികരണങ്ങളും ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധങ്ങളും ചൂണ്ടിക്കാട്ടുന്ന ഒന്നുണ്ട്. ഡൽഹിയിൽ കെജ്രിവാളിനെ മാറ്റി നിർത്തി ഒരു നീക്കത്തിന് ഇവരാരും തയ്യാറല്ല. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ തുടരുന്ന അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഡൽഹി ഭരണത്തിൽ ഇടപെടുന്നത് തുടരുകയാണ്. EDയുടെ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എങ്ങനെയാണ് ഡൽഹിയിലെ ഭരണം നിയന്ത്രിക്കുന്നത്? ആ ഒരു കൗതുകത്തിലാണ് പലരും. ആ കഥയാണ് ഇനി നിങ്ങളുടെ കാതോരം. കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ED കസ്റ്റഡിയിൽ അരവിന്ദ് കെജ്രിവാൾ കഴിയുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു കെജ്രിവാൾ ഡൽഹിയിലെ 2 പ്രധാന വിഷയങ്ങളിൽ മന്ത്രിസഭയ്ക്ക് നിർദ്ദേശം നൽകിയത്? കെജ്രിവാളിന്റെ ആദ്യ ഉത്തരവ് ഡൽഹി മന്ത്രി ആതിഷി മർലേനയ്ക്കായിരുന്നു. ഡൽഹിയിലെ കുടിവെള്ളക്ഷേമം പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണം, ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നതായിരുന്നു കെജ്രിവാളിന്റെ ആദ്യ സന്ദേശം. അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിലായതിന്റെ 2ാം നാളായിരുന്നു ആ സന്ദേശം എത്തിയത്. മന്ത്രി ആതിഷി മർലേന വാർത്താ സമ്മേളനം നടത്തി കെജ്രിവാൾ അയച്ച സന്ദേശം വായിക്കുകയായിരുന്നു. ഇപ്പോൾ കെജ്രിവാളിന്റെ 2ാമത്തെ നിർദ്ദേശവും പുറത്തു വന്നിരിക്കുകയാണ്. ഡൽഹിയിലെ മൊഹല്ല ക്ലിനിക്കുകളിൽ സൗജന്യ മരുന്ന് വിതരണം മുടക്കരുത്, ആവശ്യത്തിന് മരുന്ന് ഉറപ്പാക്കണം, ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. PMLA കേസ് ആയതുകൊണ്ട് കെജ്രിവാളിന് ഉടൻ ജാമ്യം കിട്ടുക എന്നത് അത്ര എളുപ്പമല്ല. അത്രയും നാൾ കെജ്രിവാളിന് ഇതുപോലെ തുടരാനാകുമോ എന്നത് രാഷ്ട്രീയ രംഗത്തെ വലിയ ചോദ്യമാണ്. ജയിലായതുകൊണ്ട് മുഖ്യമന്ത്രിയായി തുടരുന്നതിന് ഭരണഘടനാപരമായ തടസ്സമില്ല എന്നാണ് AAPയുടെ ഔദ്യോഗിക നിലപാട്. അതേസമയം ED കസ്റ്റഡിയിൽ നിന്നും തിഹാർ ജയിലിലേക്ക് കെജ്രിവാളിനെ മാറ്റുകയാണ് എങ്കിൽ ഡൽഹിയിലെ ഭരണത്തിൽ ദൈനംദിന ഇടപെടൽ കെജ്രിവാളിന് സാധിച്ചേക്കില്ല എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജയിൽ നിയമം അനുസരിച്ച് കെജ്രിവാളിന് ആഴ്ചയിൽ 2 ദിവസം കെജ്രിവാളിന് അടുത്ത ബന്ധുക്കളെയോ അഭിഭാഷകനെയോ കാണാം. 2 ദിവസം മാത്രം നടക്കുന്ന ആ കൂടിക്കാഴ്ചയിലൂടെ ഡൽഹിയിലെ ഭരണത്തിന് കെജ്രിവാളിന് കൃത്യമായി ഇടപെടാൻ സാധിച്ചേക്കില്ല. അതല്ലെങ്കിൽ കോടതിയുടെ പ്രത്യേക ഉത്തരവ് അതിനായി വേണ്ടിവരും. ഏതായാലും ജയിലിൽ ഇരുന്നു കൊണ്ട് സംസ്ഥാനം ഭരിക്കാനുള്ള ഇടപെടൽ കെജ്രിവാൾ നടത്തുന്നതിനെ ശക്തമായി ED എതിർക്കാനും സാധ്യതയുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത അധ്യായത്തിൽ കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.